അരുണാചൽ മിഷൻ കാണുന്ന എല്ലാ യുവജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇറ്റാനഗർ രൂപതയിൽ താല്പര്യമുള്ളവർക്ക് വരാം, സേവനം ചെയ്യാം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരു പുതിയ മാതൃക കാണിച്ചു കൊടുക്കാം, ഇവിടെയുള്ള ജനങ്ങൾക്ക് പ്രത്യാശ പകർന്നു കൊടുക്കാം. അങ്ങനെ അനേകം സാഹചര്യങ്ങളുണ്ട്. എപ്പോഴും ഓപ്പണാണ്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും. അരുണാചൽ മിഷന്റെ യാത്രയ്ക്കുടനീളം ഒപ്പമുണ്ടായിരുന്ന പ്രിയ സാരഥിയെ പരിചയപ്പെടാം. നമ്മൾ അരുണാചൽ മിഷനിലെ ഈ യാത്രയിൽ നമുക്ക് കൂട്ടായിട്ടുള്ള ഡ്രൈവറും വാഹനവും, ഇത് വിനോദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ആസാം സ്വദേശിയാണ്. ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ഈ അരുണാചൽ മലനിരകളിൽ ഒത്തിരി ഓടിച്ച് പരിചയമുള്ള ഒരാളെ തന്നെയാണ് പിതാവ് നമുക്കായിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്നത്. കാരണം 5 വർഷം ബിഷപ്സ് ഹൗസിൽ വിനോദ് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറൊരാളുടെ കൂടെ ജോലി ചെയ്യുന്നു. എങ്കിലും എനിക്കും വിനോദിനെ മുമ്പേ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ആശ്വാസമായി. കാരണം സ്ഥലങ്ങളൊന്നും എനിക്ക് വലിയ പരിചയമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വഴികളും സ്ഥലങ്ങളും എല്ലാം നല്ല പരിചയമുണ്ട്. വിനോദ്, आपका मन में क्या है अभी? 1 महीना तो हमको भी सब बताया, ऐसे जाना है आलोंग काइंग और साइड में, तो रास्ता मालूम है कि नहीं बोला है हमको भी सब. तो हम बताया रास्ता तो उधर मालूम है, तो मिचुका मनीगांव चाइना बॉर्डर. तो हम भी बहुत खुश हुआ है, जाकर देखेगा चाइना बॉर्डर, एक बार जाकर देखेंगे. रास्ता भी कोई जगह में बहुत कठिनाई था, गाड़ी जा नहीं सकता है, बहुत रिक्सी था. ऐसे भी पहले भी रिस्की था ना? पहले भी रिक्सी था. होने से भी कोई जगह लैंडस्लाइड, कोई ये सब था. होने से भी അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പുള്ളി നിൽക്കുന്നത്. കാരണം ഈ വഴികളിലൂടെയൊക്കെ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ പോകാത്ത ചില സ്ഥലങ്ങളുമുണ്ട്. അവിടെ എല്ലാം കാണാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്. ഒപ്പം തന്നെ ഈ വഴികളെല്ലാം മുമ്പ് യാത്ര ചെയ്തിട്ടുള്ള വഴികളെല്ലാം അറിയാം. പിതാവായിട്ടുള്ള നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം നല്ല ത്രിൽഡാണ്. ഒരു കാര്യം കൂടി പറയാനുള്ള ഇതാണ്, വിനോദ് ഏതാണ്ട് 1 വർഷം കേരളത്തിൽ അടിമാലിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഡ്രൈവറായിട്ട്. അതുകൊണ്ട് മലയാളം പറയുന്നത് ആൾക്ക് മനസ്സിലാവും, തിരിച്ച് പറയുകയല്ലെന്നേ ഉള്ളൂ. സോ വിനോദേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം. അരുണാചൽ മിഷന്റെ അവസാനത്തെ അധ്യായത്തിൽ വിനോദിനെ നന്ദി സൂചകമായി പരിചയപ്പെടുത്തിയതിന് കാരണം 29 ദിവസം തുടർച്ചയായ യാത്രയിലും യാതൊരു മുഷിച്ചിലും ഒരിക്കൽ പോലും അദ്ദേഹം കാണിച്ചിട്ടില്ല. നല്ല മാന്യനായ ഒരു ഡ്രൈവർ. നന്ദി വിനോദ്. നമ്മളിപ്പോൾ അരുണാചലിലെ പർവ്വതങ്ങൾക്ക് മുകളിലാണ്. നമുക്കിനി എത്തേണ്ടത് അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിലേക്കാണ്. നീണ്ട 29 ദിവസത്തെ യാത്രയുടെ ക്ഷീണമൊന്നുമായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ. ഈ മിഷൻ യാത്രയുടെ അവസാന പാദത്തിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ചെറിയ വിഷമം തോന്നി. കാരണം സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം പോയതറിഞ്ഞില്ല എന്നതാണ്. ഇനി ഇങ്ങനെ ഒരു യാത്ര സ്വപ്നങ്ങളിൽ മാത്രം. അത്രയ്ക്കും ഈ അരുണാചലിലെ യാത്ര ഇഷ്ടപ്പെട്ടു. സംഭവം കുണ്ടും കുഴിയും ചെളിയുമൊക്കെ ആണെങ്കിലും യാത്ര കിടുവായിരുന്നു. പല സ്ഥലത്തും അപകടകരമായ ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നപ്പോഴെല്ലാം ദൈവത്തിൻ്റെ അദൃശ്യമായ കരുതൽ ഞങ്ങൾക്കെല്ലാവർക്കും അനുഭവവേദ്യമായിരുന്നു. അതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും ആ കടപ്പാട് തീരില്ല. നന്ദി ദൈവമേ, നന്ദി. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. 91-ാം സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന അവസരങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ അനുഭവപ്പെട്ടു. യാത്രയുടെ അവസാന ദിവസവും ഞങ്ങൾ വാഹനത്തിൽ പതിവ് പോലെ ബിജു അച്ഛൻ്റെ നേതൃത്വത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ട് യാത്ര തുടർന്നു. Welcome. How was the journey? ഞങ്ങൾ
ഇത് ഞങ്ങളുടെ യാത്രയുടെ അവസാന ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത്. പിതാവ് ഞങ്ങളെ ഇവിടുന്ന് ആശീർവദിച്ച് യാത്രയാക്കി പരിശുദ്ധ അമ്മയോടൊപ്പം. ഈ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾ വഴിയിലുടനീളം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിതാവ് പല വഴികളിലൂടെ പോയപ്പോഴാണെങ്കിലും ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല അവസരങ്ങളിലും ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളിലൊക്കെ ഇന്നിത് ചെയ്യാൻ പറ്റുമോ, മഴയാണല്ലോ, വരുമല്ലോ എന്നൊക്കെ ഓർത്ത് സന്നിഗ്ധ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. അത് ആ ഒരു അവസ്ഥകളൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരും കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും പിതാവിന് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളോട് ഈ ഒരു യാത്ര എല്ലാം ഒരുക്കാനും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിതാവ് ഒരുക്കി തന്നതിന് പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളുടെ കൂടെയുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഈ ഒരു അരുണാചലിനെ അല്ലെങ്കിൽ അരുണാചൽ മിഷനെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അവരും ഒത്തിരി സന്തോഷത്തിലാണ്. വലിയൊരു ഒത്തിരി അനുഭവങ്ങളുമായിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഈ അവസരത്തിൽ ഞങ്ങളുടെ ശാലോം പ്രേക്ഷകരോട് പിതാവിന് പറയാനുള്ള എന്താണ്? ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു നന്ദിയുടെ ഒരു വാക്കാണ്. അതായത് ഷലോം ടി വിയിലെ ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഇത്രയും ദൂരമുള്ള അരുണാചൽ പ്രദേശിൽ വന്ന് ഞങ്ങളുടെ മലമ്പ്രദേശത്തോടെ എല്ലാം സഞ്ചരിച്ച് ഞങ്ങളുടെ മിഷനറിമാരുടെ വിജയങ്ങളും ബുദ്ധിമുട്ടുകളും അതെല്ലാം നേരിൽ കണ്ട് അതെല്ലാം പകർത്തി ഷലോമിൻ്റെ പ്രേക്ഷകർക്ക് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ലോകമെമ്പാടുമുള്ള ഈ പ്രേക്ഷകർ അരുണാചലിലെ മിഷനെ പറ്റി ഇപ്പോൾ അറിയാൻ സാധിക്കും. അങ്ങനെ സന്നദ്ധരായി മുമ്പോട്ട് വന്ന ഷലോം ടീമിനോടും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കടപ്പാടുണ്ട്. അതുപോലെ തന്നെ അമ്മ മറിയത്തിനോട് ഞങ്ങൾക്ക് വളരെ കടപ്പാടുണ്ട്. കാരണം മദർ മേരിയുടെ സഹായം കൊണ്ടാണ് ഞങ്ങളുടെ ഈ മിഷൻ പ്രവർത്തനമെല്ലാം മുമ്പോട്ട് പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ ദുർഘടം പിടിച്ച യാത്രകളെല്ലാം ആ സഹായം അനുഭവിച്ച് നൽകുന്നതിനുള്ള സന്തോഷമുണ്ട്. ഞങ്ങളുടെ മിഷണറിമാരെല്ലാം ഇതുപോലെ മുമ്പോട്ട് പോകുവാനായിട്ട് ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രേക്ഷകരുടെ എല്ലാം സന്മനസ്സും നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം എപ്പോഴും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ജയ് ജിസു. ജയ് ജിസു. താങ്ക് യു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫാദർ മനു മാത്യു പടിഞ്ഞാറി. അച്ഛൻ ഇറ്റാനഗർ രൂപതയിൽ ചേർന്ന് വൈദിക പട്ടം സ്വീകരിച്ച ആദ്യത്തെ വ്യക്തിയാണ്. അച്ഛൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ രൂപതയിൽ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. വൈദികനായതിനു ശേഷം 2 വർഷം പഠിക്കാൻ പോയതിനു ശേഷം 3ാമത്തെ വർഷം മുതൽ അച്ഛൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് ഈ കാലഘട്ടത്തിൽ ഈ രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് മനു അച്ഛനാണ്. നമുക്ക് മനു അച്ഛനെ ഒന്ന് പരിചയപ്പെടാം. മനു അച്ഛൻ്റെ ജീവിതത്തെയും കുറിച്ചും ഒക്കെ നമുക്ക് ഒരു നിമിഷം നമുക്കൊന്ന് ചോദിച്ചറിയാം. അച്ഛൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏതാണ്ട് ഇപ്പോൾ അച്ഛനായിട്ട് 8 വർഷത്തോളമായി. അതിൽ 5 വർഷം അച്ഛൻ ഈ രൂപതയുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ശുശ്രൂഷ ചെയ്യായിരുന്നു. പലപ്പോഴും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ വലിയ പരിപാലന അച്ഛൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന്. ഈ ഒരു മിഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛന് എന്താണ് ആ ഒരു രീതിയിൽ പറയാനുള്ളത്? ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സങ്കീർത്തനം 23-ാം സങ്കീർത്തനം കർത്താവാണ് എൻ്റെ ഇടയൻ എന്നുള്ള ഒരു സങ്കീർത്തനം ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ ദിവസം ഓരോരോ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ ആ വെല്ലുവിളിയിൽ മുൻപോട്ട് പോകുമ്പോഴും മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് നമുക്ക് സംശയം തോന്നിയാലും എന്തോ എനിക്ക് വലിയൊരു വിശ്വാസമുള്ളത് കർത്താവാണ് എൻ്റെ ഇടയൻ, ആ കർത്താവ് എന്നെ പരിപാലിക്കും എന്നാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ഈ ഒരു പരിപാലന അനുഭവിച്ചത് ഒരുപക്ഷെ പഠന സമയത്ത് അല്ലെ പഠനം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ അരുണാചൽ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അത്തരമൊരു പരിപാലനയുടെ ഒരു അനുഭവം അച്ഛന് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു? ഒന്ന് ഒരു ഇടവകളിലായിരുന്നപ്പോഴുണ്ടായിരുന്ന അനുഭവം. മറ്റൊന്ന് ഞാനിപ്പോൾ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, അതായത് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ജോലി എന്നെ ഏൽപ്പിക്കുമ്പോൾ ദൂരെ നിന്നുള്ള ഒരു പാരീഷിൽ നിന്ന് ഒരു അച്ഛൻ വന്ന് അച്ഛൻ അവിടെ ഒരു വില്ലേജ് പള്ളി പണിയാനായിട്ട് ആൾക്കാരവിടെ 18 മണിക്കൂറോളം മണലും സിമെൻറ്റെല്ലാം ചുമന്നാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ആ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ പള്ളിക്ക് ടിന്നിടാൻ സഹായിക്കണം. ഞാൻ പറഞ്ഞു, അച്ഛൻ ടിൻ മേടിച്ചോ, ഞാൻ പൈസ തരാം. കാരണം അവരത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ബിഷപ്പും പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, അവരത് ടിൻ മേടിച്ചു. പക്ഷേ എൻ്റെ കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ലായിരുന്നു ആ സമയത്ത്. വളരെ കറക്റ്റായിട്ട് എനിക്കത് കൊടുക്കണമായിരുന്നു, ഇല്ലായിരുന്നു.
അപ്പോൾ അത് എങ്ങനെ കൊടുക്കും എന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമത്തിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിലേക്ക് അതുപോലെ ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ 23-ാം സങ്കീർത്തനം എടുത്ത് വായിക്കാനായിട്ട് ഞാൻ തുടങ്ങിയത്. ആ ഒരു ഇൻസിഡൻറ്റിലാണ് അങ്ങനെ വായിക്കാൻ തുടങ്ങി. കറക്റ്റ് എങ്ങനെ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയത്തില്ല. അന്ന് മുതൽ ഈ സെക്കൻഡ് വരെ ഓരോ കാര്യങ്ങളും എൻ്റെ സമയങ്ങളിൽ നടക്കുന്നുണ്ട്. അച്ഛൻ്റെ വീടിനെ കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചും ഒക്കെ ഒന്ന് സംസാരിക്കാമോ? എൻ്റെ വീട് ഇടുക്കി രൂപതയിൽ മരിയാവരം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 ആണുങ്ങളാണ്. ഞാനാണ് ഏറ്റവും ഇളയത്. എൻ്റെ പപ്പ 2017 മരിച്ചുപോയി. മമ്മിയുണ്ട്. 4 ചേട്ടന്മാരും കല്യാണം കഴിച്ചു, അവർ സെറ്റിലായി, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ 10ാം ക്ലാസ് തൊട്ട് ഞാൻ ഓരോരോ പ്ലാനുകൾ ഉണ്ടാക്കിയായിരുന്നു. എനിക്കിതാണ്. പക്ഷെ അവസാനം എല്ലാ പ്ലാനുകളും തകർന്നപ്പോൾ ഞാൻ ഇങ്ങനെ അവസാനം പ്രാർത്ഥിച്ചതാണ്, ദൈവമേ ഇത്രയും നാളും ഞാൻ എനിക്ക് വേണ്ടി പ്ലാനുകൾ ഉണ്ടാക്കി, ഇനി നീ എനിക്ക് വേണ്ടി പ്ലാൻ ഉണ്ടാക്കി. BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം മറ്റ് ജോലികൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബിഷപ്പ് ജോൺ തോമസ് എന്നെ ഞാൻ എറണാകുളത്ത് വെച്ച് കാണുകയും അങ്ങനെ പിതാവ് വഴിയാണ് ഞാൻ ഇറ്റാനഗർ രൂപതയെ പറ്റി അറിയുകയും അങ്ങനെ ഞാൻ വന്നത് 2006 ജൂലൈ 14-ാം തീയതി. ഞാൻ വരുമ്പോഴേ എനിക്കറിയില്ലായിരുന്നു ഇത് ഏതാണ് സ്ഥലമെന്നൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് 2006 ഇവിടെ ഫസ്റ്റ് ബാച്ച് മൈനർ സെമിനാരിയിൽ ഇവിടെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദൈവം പരിപാലിച്ചു. എൻ്റെ ബാച്ചിൽ 10-22 ആൾക്കാർ എൻ്റെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഫോർമേഷൻ്റെ പല തലങ്ങളിൽ വെച്ച് അവർ ഒന്നെങ്കിൽ അവർ ലീവ് ചെയ്തു, അല്ലെങ്കിൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയി. അങ്ങനെ എൻ്റെ ബാച്ചിൽ ഞാൻ മാത്രമായി 2015 ഞാൻ വൈദികനായിട്ട് എനിക്ക് പട്ടം ലഭിച്ചത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യുവ വൈദികർ ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് അല്പം തടസ്സം ഉണ്ട്, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന്. അച്ഛന് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? മിഷൻ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വിളിയാണ് അച്ഛാ. കാരണം മിഷൻ മേഖലയിൽ ജീവിക്കുക, മിഷൻ മേഖലയിൽ സേവനം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വിളി തന്നെയാണ്. ആ വിളി കിട്ടിയവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും ഇപ്പോഴും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് വൈഫൈ, മൊബൈൽ ഫോണ്, ഇലക്ട്രിസിറ്റിയൊക്കെ. പക്ഷേ ഇവിടെ നമ്മുടെ പല സെൻറ്ററുകളിലും അതില്ല. അതുകൊണ്ട് മിഷൻ മേഖലയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു വിളി തന്നെയാണ് അച്ഛാ. ഇതുപോലെ ഒരു ടഫ് മിഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്യുവർ ഡെഡിക്കേഷൻ തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എൻ്റെ റീജൻസിക്ക് ഫസ്റ്റ് ഇയർ റീജൻസി ഞാൻ മെങ്കിയോ എന്ന് പറയുന്ന കോർപ്പസ് ക്രിസ്തി പാരിഷ് മെങ്കിയോ ഫാർ മനോജിൻ്റെ കൂടെയായിരുന്നു, ഫാർ മനോജ് MCBS. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ കറണ്ടില്ല, ആഹാരം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം, ഫോണില്ല, പത്രമില്ല, ഒരു സാധനമില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ആദ്യത്തെ ദിവസം ഞങ്ങൾ കിടന്നുറങ്ങി നേരം പെടുത്തപ്പം ഞാൻ കൂടെ ഉണ്ടായിരുന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛ ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുക, കാരണം എന്നെ കൊണ്ട് വയ്യ, തിരിച്ചു പോവാന്ന്. എന്നാൽ അച്ഛൻ പറഞ്ഞു, മനു നീ 2 ദിവസം അവിടെ നിന്നു നോക്ക്. അങ്ങനെ നിന്നു. പതുക്കെ ഞാൻ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു. അവസാനം 10 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ തോന്നിയില്ല. അതൊരു ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു. എനിക്ക് വന്ന് താല്പര്യമുള്ളവർക്കും ഒരു വിളി ലഭിച്ചവർക്കും അച്ഛാ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കാൻ പറ്റും. ഈ കഴിഞ്ഞ മാസങ്ങളിൽ അച്ഛനൊരു നോവല് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പ്രത്യാശയുടെ കുരിശുമരങ്ങൾ എന്ന് പറഞ്ഞ മറ്റൊരു സഹോദരനോട് ചേർന്ന് ഒരു വളരെ മനോഹരമായ നോവല്, ഒരു ക്രിസ്ത്യൻ നോവലാണ്. വളരെ പേര് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എനിക്കും അത് വളരെ നന്നായിട്ട് തോന്നി. എങ്ങനെയാണ് ഈ ഒരു ഇതിനിടയ്ക്കും അത് സാധിക്കുന്നു? ഇവിടെ അരുണാചൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും സമയം തികയാതിരിക്കുമ്പോൾ അച്ഛനെങ്ങനെ സമയം കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇടുക്കിയിൽ നിന്ന് തന്നെയുള്ള മരിയാവരക്കാരനായ സ്നേഹിതൻ ഡെന്നീസ് ചാക്കോ മരുതമൂട്ടിൽ എന്ന് പറയുന്ന സ്നേഹിതനും ഞാനും ഒരുമിച്ച് എഴുതിയ ഒരു നോവലാണ് പ്രത്യാശയുടെ കുരിശുമരങ്ങൾ എന്ന് പറയുന്ന ഒരു നോവൽ. അതെങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റും അല്ല രാത്രിക്കും അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിക്കും എല്ലാം മൊബൈൽ കുത്തി 4 വർഷം കൊണ്ട് എഴുതി വെച്ചാൽ അതിനകത്തെ നോവല് എന്നതിനേക്കാൾ ഉപരി ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ അതുകൊണ്ട് എന്നും ഞാനും ഡെന്നീസും തമ്മിൽ ഫോൺ വിളിക്കണം. മിക്കപ്പോഴും എല്ലാ ദിവസവും തന്നെ ഫോൺ വിളിച്ച് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനും ടെൻഷനിലാണ്, നമുക്ക് തിരക്കുണ്ട്, അവനും ടെൻഷനുണ്ട്, തിരക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഷെയറിങ് ആയിരുന്നു ഇതിനകത്ത് വലിയൊരു മുൻപോട്ട് നടത്തിയ ഒരു ഘടകം. പിന്നെ ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസുകളൊക്കെയാണ്. അങ്ങനെ എഴുതി വെച്ചാ. നമ്മളിതുവരെ മനുവച്ചനെ കേൾക്കുകയായിരുന്നു. മനുവച്ചൻ്റെ ദൈവവിളിയുടെ നാൾവഴികളെക്കുറിച്ചും അച്ഛൻ്റെ ഇവിടുത്തെ ശുശ്രൂഷയെക്കുറിച്ചും ഒക്കെ, അതേപോലെ ഈ ഒരു രൂപതയെക്കുറിച്ചുള്ള
അച്ഛൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ അച്ഛൻ നമ്മളോട് സംസാരിച്ചു. പ്രതിസന്ധികളൊക്കെ ആനന്ദമായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് മനു അച്ഛൻ നമ്മളോട് പറയായിരുന്നു. തീർച്ചയായിട്ടും ഇത് നമുക്കൊക്കെ പ്രചോദനമാകട്ടെ. അച്ഛൻ എല്ലാവിധ നന്മകളും നേരുന്നു. ഈ രൂപതയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ജിസു. മാർച്ച് 12 ഈ ഈട്ടാനഗർ രൂപതയുടെ ഉദ്ഘാടനം നടന്നത്. അന്ന് ഞാൻ ഇവിടെ വന്ന് ഈ രൂപതയുടെ ബിഷപ്പായിട്ട് ചാർജ് ഏറ്റു. ഇത് ചാർജ് ഏറ്റു കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം ഞാൻ ചെയ്തത് രൂപതയുടെ പല ഇടവകളിലും പെട്ടെന്നൊന്ന് വിസിറ്റ് ചെയ്ത് സന്ദർശിച്ച് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ. അതേസമയം തന്നെ അത് വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ തന്നെ എനിക്ക് തോന്നി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു സെമിനാരി സ്ഥാപിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടേക്കുള്ള വൈദികരെ ട്രെയിൻ ചെയ്തെടുക്കണം. അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ അച്ഛന്മാരോട് സംസാരിച്ചിട്ട് ഒരു സെമിനാരി തുടങ്ങി. കെട്ടിടങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടൊരു വാടക കെട്ടിടത്തിൽ സെമിനാരി തുടങ്ങി. കുട്ടികളെ പലയിടത്തു നിന്നും ഞങ്ങൾ ആ സെമിനാരിയിലേക്ക് സ്വീകരിച്ചു. ആ സെമിനാരിക്ക് എന്താണ് പേര് കൊടുക്കുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചു. ഞാൻ അന്നേരം പറഞ്ഞു, ഈ സെമിനാരിയുടെ പേര് സെയിൻറ്റ് പാട്രിക് സെമിനാരി എന്നായിരിക്കും. അത് കേട്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചു, എന്തിനാണ് സെയിൻറ്റ് പാട്രിക് സെമിനാരി എന്ന് ഇടുന്നത്? ഇവിടെ നമ്മളുടെ ഈ പ്രദേശത്തെങ്ങും അങ്ങനെ ഒരു സെമിനാരി ഇല്ലല്ലോ, പേരില്ലല്ലോ, സെയിൻറ്റ് പാട്രിക്കിൻ്റെ പേരില്ല. ഞാൻ അന്നേരം സെയിൻറ്റ് പാട്രിക്കിനെ പറ്റി അവരോട് വിശദീകരിച്ചു. സെയിൻറ്റ് പാട്രിക് ഒരു സ്പെഷ്യൽ പുണ്യവാനാണ് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ. പാട്രിക് ഒരു ചെറു പയ്യനായിരുന്നപ്പോൾ അദ്ദേഹത്തെ ആരോ കൊള്ളക്കാർ പിടിച്ച് കൊണ്ടുപോയി അയർലൻഡ് എന്നുള്ള സ്ഥലത്ത് കൊണ്ട് അവനെ ഒരു വേലക്കാരനായിട്ട് വെച്ചു. ഈ പയ്യൻ പാട്രിക് ആ അയർലൻഡിൽ ഒരു വേലക്കാരനായിട്ട് ഒരു കുടുംബത്തിൽ താമസിച്ചു. അവിടെ വളർന്നു വന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഒരു ദിവസം പാട്രിക് അവിടെ നിന്ന് ഒളിച്ചോടി കടൽ തീരത്ത് ചെന്ന് ആദ്യം കിട്ടിയ കപ്പലിൽ കയറി തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് പോയി. അവിടെ കുറച്ച് കഴിഞ്ഞ് പാട്രിക് സെമിനാരിയിൽ ചേർന്ന് ഒരു വൈദികനായി. അന്നേരമാണ് പാട്രിക് കേൾക്കുന്നത് അയർലൻഡിലേക്ക് പോകുവാനായിട്ട് മിഷണറിമാരെ അന്വേഷിക്കുന്നു. പാട്രിക് ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ അയർലൻഡിലേക്ക് പോകാം. അങ്ങനെ പാട്രിക്കിനെ അവർ അയർലൻഡിലേക്ക് വിട്ടു. അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞ് പാട്രിക് അവിടെ മിഷൻ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അയർലൻഡിലുള്ള ആൾക്കാരെല്ലാം അതിശയപ്പെട്ടു. ഈ വന്ന ഈ മിഷണറിക്ക് ഞങ്ങളുടെ ഭാഷ അറിയാം, എല്ലാ രീതികളും അറിയാം, ഭക്ഷണ രീതി അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് അവരെല്ലാവരും പാട്രിക്കിനോട് വളരെ ആകർഷിക്കപ്പെട്ടു. അതുകൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ തന്നെ സെയിൻറ്റ് പാട്രിക് മനുഷ്യരെ എല്ലാവരെയും അയർലൻഡിലുള്ള എല്ലാവരെയും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഈശോയിൽ വിശ്വസിക്കുന്നവരാക്കി മാറ്റിയെടുത്തു. അങ്ങനെ സെയിൻറ്റ് പാട്രിക്കിന് സാധിച്ചതിന് കാരണം പാട്രിക്കിന് അവരുടെ ഭാഷ അറിയായിരുന്നു, അവരുടെ ഭക്ഷണ രീതി അറിയായിരുന്നു, വസ്ത്രധാരണ രീതി അറിയാമായിരുന്നു, എല്ലാം അറിയാം. അവരുടെ മനോഭാവം അറിയായിരുന്നു. പാട്രിക്കിന് അവിടുത്തെ കൾച്ചറുമായിട്ട് വളരെ ക്ലോസ് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു, അരുണാചൽ പ്രദേശ് ജോലി ചെയ്യുന്ന ഏത് മിഷണറിക്കും അതേ ക്വാളിറ്റീസ് എല്ലാം വേണം. ഇവിടുത്തെ ഭാഷ പഠിക്കണം, ഭക്ഷണ രീതി അക്സെപ്റ്റബിൾ ആയിരിക്കണം, വസ്ത്രധാരണം അക്സെപ്റ്റബിൾ ആയിരിക്കണം. അതെല്ലാം ഉപരിയായിട്ട് ഇവരുടെ മനോഭാവം, ഇവർ ചിന്തിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഇവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇവരുടെ തമ്മിലുള്ള കുടുംബ ബന്ധങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കണം. ഇവരുടെ വംശങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇവരുടെ ഇടയ്ക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ മിഷണറി പ്രവർത്തനം നടത്തിയതും
കേരളത്തിൽ നിന്നുള്ള വൈദികരായിരുന്നു. അവരെല്ലാം ഇവിടെ വന്ന് ഇവരുടെ ഭാഷയെ പഠിച്ചിട്ട് ഇവരുടെ ഗ്രാമങ്ങളിൽ ചെന്ന് താമസിച്ച് അവരുടെ കൂടെ അവരുടെ വീടുകളിൽ താമസിച്ച് അവർ കൊടുത്ത ഭക്ഷണം കഴിച്ച് അവരുമായിട്ട് ഒന്ന് ചേർന്ന് ഇഴകിച്ചേർന്ന് നടന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഇവരെ വിശ്വസിക്കുകയും ഇവർ പറഞ്ഞതുപോലെ ഈശോയുടെ അടുത്തേക്ക് വരികയും ചെയ്തത്. ആദ്യത്തെ മിഷണറിമാരുടെ ഇടയിൽ നിന്ന് നമ്മൾ അവരുടെ ആദ്യത്തെ മിഷൻ പ്രവർത്തനത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ആവേശം തോന്നും. ഇവർ ഇത്രയും ദൂരം കാൽനടയായിട്ട് പോയി, ചിലപ്പോൾ 10-12 മണിക്കൂർ ഒരു ദിവസം നടന്ന് ഒരേ ഗ്രാമങ്ങളിൽ ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് കിട്ടുന്നത് ആഹാരമൊന്നും അത്ര നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല. ചിലപ്പോഴൊക്കെ എലി ചുട്ടു കൊടുക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ അവർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ വളരെ വിഷമിച്ചാണ് അവർ ആദ്യം അവർക്കുണ്ടായത്. പക്ഷേ അവർക്കതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം അവർ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് അവർ കണക്കാക്കുന്നില്ലായിരുന്നു. എന്നിട്ട് അവർക്കും അറിയായിരുന്നു സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ അത് സുവിശേഷം കേൾക്കുന്ന ആളുമായിട്ട് നമ്മൾ അടുത്ത ബന്ധം പുലർത്തണം. അതിന് അവരുടെ ഭാഷയും അവരുടെ കൾച്ചറും എല്ലാം അറിഞ്ഞിരിക്കണം. അതറിയാതെ നമ്മൾ മിഷൻ പ്രവർത്തനം ഇറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് സക്സസ് ആകുകയില്ല. അതവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഉള്ള മിഷണറി സക്സസിൻ്റെ കാരണം അന്നുള്ള ആദ്യം ചെന്ന വൈദികരുടെ ആ സന്നദ്ധതയാണ്. ഇതെല്ലാം ഈ കൾച്ചറോട് ഒന്നുചേർന്ന് പോകുവാനുള്ള സന്നദ്ധത. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സെമിനാരിയെ നമുക്ക് സെയിൻറ്റ് പാട്രിക് എന്നുള്ള നാമത്തിൽ തന്നെ വയ്ക്കാം. ജയ് യേശു. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ രൂപതയുടെ മൈനർ സെമിനാരിയുടെ മുമ്പിലാണ്. ഇതിൻ്റെ ആദ്യത്തെ റെക്ടറായിരുന്നത് ഈ രൂപതയിലെ വൈദികനായ ഫാദർ തോമസ് പുതുപ്പറമ്പിലാണ്. അദ്ദേഹം ഞങ്ങളുടെ വൊക്കേഷണൽ പ്രൊമോട്ടറും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലം കാരണം നമുക്ക് ഇപ്പോൾ ഈ സെമിനാരിയിൽ ഇത്രയും കുട്ടികളെല്ലാം ഉണ്ട്. ഇവിടെ ഈ വശത്ത് നിൽക്കുന്നത് ഫാദർ പോൾ മാത്യു, അദ്ദേഹം ഇപ്പോഴത്തെ റെക്ടറാണ്. ഇത് ഫാദർ പോൾസൺ, അദ്ദേഹവും ഇവിടെ ജോലി ചെയ്യുന്ന അച്ഛനാണ്. നേരത്തെ പോൾസൺ ആയിരുന്നു ഇവിടുത്തെ റെക്ടർ. ഇങ്ങനെ ഇവർ വേറെയും വൈദികരുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവരിവിടെ ഇല്ല. ഇവരുടെ എല്ലാം സഹായം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സെമിനാരി നടത്തിക്കൊണ്ട് പോകുന്നത്. അരുണാചൽ പ്രദേശിലെ സഭയിൽ നിന്നും നമുക്കിപ്പോൾ കുട്ടികളെ കിട്ടാൻ വിഷമമാണ്. കുട്ടികളെ അധികവുമായിട്ട് കിട്ടുന്നത് മണിപ്പൂരിൽ നിന്നാണ്. കേരളത്തിൽ നിന്നും ഇപ്പോൾ അടുത്ത കാലത്ത് ദൈവവിളി കുറഞ്ഞു പോയതിനാൽ നമുക്ക് അത്രയും കുട്ടികളെ കിട്ടാൻ സാധ്യതയില്ല. എങ്കിലും ചിലപ്പോഴെല്ലാം BA പാസ്സായവരും വേറെ എന്തെങ്കിലും ജോലി ചെയ്തവരുമായ കുട്ടികൾ ചിലപ്പോൾ അപേക്ഷിക്കാറുണ്ട്. അങ്ങനെ അപേക്ഷിക്കുന്നവരെ സ്വീകരിക്കാൻ ഞങ്ങളെപ്പോഴും തയ്യാറാണ്. പ്രത്യേകിച്ച് ജീസസ് യൂത്തിലെ കുട്ടികളെല്ലാം ചിലപ്പോൾ അന്വേഷിക്കാറുണ്ട്. അവരെല്ലാം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഡൊമിനിക്കൻ വൈദികരെ കഴിഞ്ഞ് 3 വർഷമായിട്ട് ഇവർക്ക് പരിശീലനം നൽകുന്നു. ഇവിടെ ഈ സെമിനാരിയിൽ പല ആളുകളും ഇവിടെ വന്ന് സെമിനാരിയിലെ ബ്രദേഴ്സിനെ സഹായിക്കാനും സാമ്പത്തികമായിട്ടും മറ്റും സഹായിക്കാനായിട്ട് പലരും ഇവിടെ വരുന്നുണ്ട്. വളരെ നല്ല പ്രോത്സാഹനമാണ് ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ നിന്നും ഇടവകളിൽ നിന്നും രൂപതയിൽ നിന്നും തന്നെ ഇടവകയിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത്. അങ്ങനെ വളരെ നല്ല ഒരു സെറ്റപ്പിൽ ഇവിടെ ഈ സെമിനാരി വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അവരുടെ ഭാവിയിലെ മിഷൻ പ്രവർത്തനങ്ങളിലും ഭാവിയിലേക്ക് ഒരു നല്ല വൈദികനായിട്ട് ജീവിക്കുന്നതിനും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളെയൊക്കെ അഭിമുഖീകരിക്കുന്നതിനുള്ള ശക്തി അവർക്ക് ലഭിക്കുന്നതിനായിട്ട് ഉള്ള ഒരു പരിശ്രമം, ഒരു പരിശീലനം കൊടുക്കുവാനായിട്ടാണ് ഞങ്ങളിവിടെ ശ്രമിക്കുന്നത്. പിന്നെ പൊതുവെ ഇവർക്ക് വളരെ സന്തോഷമുള്ള ഒരു ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഗോത്രത്തിൻ്റെ തന്നെ ഒരു മോശായാണ് സന്തോഷത്തോടുകൂടി ആളുകളുമായിട്ട് ഇടപഴകുക. അപ്പോൾ അതേ സന്തോഷത്തോടു കൂടി അവരുടെ മിഷനിൽ വേല ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. La 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 la.
അരുണാചൽ മിഷൻ പറയുന്നത് ഇനി ഇവരിലൂടെയാണ് മിഷന്റെ ഭാവി നിർണയിക്കപ്പെടേണ്ടത് എന്നാണ്. ഇവർക്കറിയാം ഇവരുടെ ശുശ്രൂഷാ ജീവിതം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കുമെന്ന്. ഏതു പ്രതിസന്ധിയിലും ഇവർ തളരില്ല. ചങ്കൂറ്റത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കും. അതിനായി ഇവർ ഒരുങ്ങിക്കഴിഞ്ഞു. ശാലോമിൻ്റെയും പ്രിയ പ്രേക്ഷകരുടെയും പേരിൽ പ്രാർത്ഥനാശംസകൾ നേർന്നുകൊള്ളുന്നു. അരുണാചൽ മിഷന്റെ അവസാന അധ്യായത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. നീണ്ട ഒരു വർഷക്കാലത്തിലൂടെ പ്രിയ പ്രേക്ഷകർ വിദൂരതയിലുള്ള ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലെ ഒരു മിഷന്റെ ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളെ അടുത്തറിയുകയായിരുന്നു. ഏതാണ്ട് 2500-ലേറെ കിലോമീറ്റർ പർവ്വതങ്ങൾക്ക് മുകളിൽ വാഹനത്തിൽ യാത്ര ചെയ്തും അതിൽ 130ഓളം കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കാൻ സാധിച്ചത്. അതിന് പ്രതിഫലമായി പ്രേക്ഷകർ ശാലോമിന്റെ ചരിത്രത്തിലെ തന്നെ വൻ വരവേൽപ്പാണ് ഈ ഡോക്യുമെന്ററി സീരീസിന് നൽകിയത്. ഏതാണ്ട് 30 ലക്ഷത്തിന് മുകളിൽ പ്രേക്ഷകരാണ് ശാലോമിന്റെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം വീക്ഷിച്ചത്. വെറും 29 ദിവസത്തെ ചിത്രീകരണം കൊണ്ട് 39 ഉദ്വേഗജനകമായ എപ്പിസോഡുകൾ തയ്യാറാക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അപ്പോഴും എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇവിടുത്തെ മിഷണറിമാരാണ്. സമ്മതിച്ചേ പറ്റൂ. ഇവരുടെ ത്യാഗപൂർണമായ ആത്മസമർപ്പണവും ചങ്കൂറ്റവും. അതുകൊണ്ട് മിഷണറിമാരുടെ ആ ത്യാഗത്തിൻ്റെ നോവിൻ്റെ വിജയമാണ് ദൈവം ഈ പരമ്പരയ്ക്ക് നൽകിയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സാഹസികത ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും അരുണാചലിലേക്കുള്ള യാത്ര പാഴാവുകയില്ല. മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഒരു ട്രിപ്പ് തന്നെ ആയിരിക്കും ഈ അരുണാചലിലേത്. ആ റെഡിയല്ലേ? ഞാൻ എന്റെ വാൾ ഊരാൻ പോണേ. ഒരു സെക്കൻഡ്. ഊരട്ടെ? ആ ഊരിക്കോ. ആ കത്തി ഒന്ന് പൊക്കി പിടിക്ക് ചേട്ടാ. ദാ കണ്ടല്ലോ എങ്ങനെയുണ്ടല്ലേ വാള്? കൊള്ളാല്ലേ? പോരാ, അല്പം കൂടി സീരിയസ് ആകായിരുന്നു. ആള് ഭയങ്കര ഗൗരവക്കാരനാ. സാറേ എന്റെ ഫോട്ടോ എടുക്കാം. ഞാൻ നല്ല സീരിയസ് ആയിട്ട് കത്തി വരാം. ഫോട്ടോ എടുത്തോ. ഈ ചേട്ടൻ പിണങ്ങി. ചിരിപ്പിക്കാതെ പെണ്ണുങ്ങൾ എടുത്തില്ല സാറേ? എടുത്തു ചേട്ടാ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇവരെക്കുറിച്ച് മിഷണറിമാർ പറയുന്ന ഒരു കോംപ്ലിമെന്റ് ഇവർക്കാർക്കും തന്നെ ജീവിത വ്യഗ്രതയില്ല, ടെൻഷൻസ് ഇല്ല. ജീവിതത്തിൽ ക്രിസ്തു കൂടി ചേർക്കപ്പെട്ടപ്പോൾ ഇവർ ആകെ മാറി. ആനന്ദകരമായ ജീവിതമാണ് ഇവർ ഇപ്പോൾ നയിക്കുന്നത്. ഈ നാട്ടിലുള്ള മനുഷ്യരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഈ മനുഷ്യർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ മേക്കിങ്ങിൽ കയറും. യാത്രയിൽ കാണുമ്പോൾ മനസ്സിലാകും എവിടെയാണ് അപകടം പതിയിരിക്കുന്നത് എന്ന്. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുകയില്ല. അതെവിടെയും സംഭവിക്കാം, ഏത് നിമിഷത്തിലും അഭിമുഖീകരിക്കാൻ. ഇവിടെ ഞങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു വീണ ഒരു കല്ലാണിത്. ഈ കല്ല് കാരണം നമ്മുടെ യാത്ര, മുമ്പോട്ടുള്ള യാത്ര മുടങ്ങിയിരിക്കുന്നു. JCB വന്നാലേ പറ്റുള്ളൂ. ഇപ്പൊ സമയം 7 മണിയായി. ജയ് ജിസു, ജയ് ജിസു, ജയ് ജിസു, ജയ് ജിസു. ആത്മവിശ്വാസത്തിലാണ് ഇവിടുത്തെ ജനം. ഇത്രയും നാൾ ഈ സമൂഹത്തെ വഴി നടത്തിയ കർത്താവ് അവിടുത്തെ സമ്പന്നതയിൽ നിന്നും ആവശ്യമുള്ളത് മുഴുവൻ നൽകുമെന്ന ഉത്തമ ബോധ്യം ഇവിടുത്തെ ജനതയ്ക്കും അരുണാചൽ മിഷനുമുണ്ട്. പ്രത്യാശയോടെ കാത്തിരിക്കുകയാണിവർ നല്ല ഒരു നാളേക്കായി.